വെൽക്കം ടു ജാസസ് ഫുഡ് ബുക്ക്. നമുക്ക് ഗരം മസാലപ്പൊടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ടേബിൾ സ്പൂണിൽ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം അതെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇതേപോലത്തെ ഒരു 2 പീസ് കറുവപ്പട്ട. പിന്നെ ഇനി ഇതിലോട്ട് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഏലക്ക. അത് ഏലക്ക എണ്ണം പറയുകയാണെങ്കിൽ ഒരു 22 ഏലക്ക ഇതിലോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ കരാമ്പൂ. ടേബിൾ സ്പൂണല്ല, ടീസ്പൂണാണ്. ഒരു ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ഇതേപോലത്തെ ഫുള്ളായിട്ടുള്ളൊരു തക്കോലം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ കുരുമുളക്. ഇത്രയാണ് ഞാനുണ്ടാക്കുന്ന ഗരം മസാലപ്പൊടിയിലിടുന്ന സാധനങ്ങൾ. ഇതെൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഗരം മസാലയാണ്. അപ്പോൾ ഗരം മസാല വേറെ, ഇത് നമ്മളെല്ലാ സാധനങ്ങളും ഇട്ട് വേറെ വേറെ മൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടിയിട്ട് ഒരുമിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു പഴയൊരു പാനാണ് എടുത്തേക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് പഴയ പാനിൽ ചെയ്യുന്നതായിരിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ പാനിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ പാൻ കംപ്ലൈൻ്റ് ആയി പോകും. ഈ കറുവപ്പട്ട ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചൂടാക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ഈ ജീരകം പൊട്ടുന്നവരെയും ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് ചൂടാവേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ഗ്രൈൻഡറിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ പൊടിച്ചെടുക്കാൻ പാകത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചൂടാക്കി എടുക്കുന്നത്. ഞാനുണ്ടാക്കുന്ന ഗരം മസാലയിൽ ജാതിക്കുരു, ജാതിപത്രി അതൊന്നും ചേർക്കാറില്ല. പിന്നെ ചെറിയ ജീരകം അതൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കറികളിലേക്കും ഈ ഗരം മസാല ഉപയോഗിക്കാൻ പറ്റില്ല. ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. നമ്മൾ ഗരം മസാല ഉണ്ടാക്കുമ്പോൾ ഒരു 3-4 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറികൾക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റോട് തന്നെ കറികൾ ഉണ്ടാക്കാൻ പറ്റും. ഗരം മസാലയിൽ എടുക്കുന്ന അളവുകൾ എപ്പോഴും കറക്റ്റായിട്ടിരിക്കണം. കാരണം അത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഇതിൽ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നല്ലൊരു കുത്ത് നമ്മുടെ കറിക്ക് ഉണ്ടാവും. പിന്നെ ഇത് ഒരുപാട് അങ്ങ് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കരുത്. കാരണം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കറക്റ്റ് സാധാരണ നമ്മൾ ശരിക്കും നല്ല ഫൈനായിട്ടുള്ള പൊടി ഇടുന്നതും ചെറിയ തരിയോട് കൂടിയിട്ടുള്ള പൊടി ഇടുന്നതും ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്. കൂടുതൽ ടേസ്റ്റ് നമ്മുടെ ആ ചെറിയ തരിയോട് കൂടിയിട്ടുള്ള ഗരം മസാലപ്പൊടിയാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചട്ടിക്ക് ഇപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ പത്തിരി ചുടുമ്പോൾ ആ ചട്ടിക്ക് നല്ല ചൂടുണ്ടാവും. അപ്പോൾ ഗരം മസാലയൊക്കെ തീർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചട്ടിയിലൊന്ന് എല്ലാം കൂടിയിട്ട് വിതറി ഒന്ന് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ആ ചട്ടി ചൂടാറിയതിന് ശേഷം നമുക്കെടുത്ത് പൊടിച്ചാലും മതി. അപ്പോൾ ഇതേപോലെ ഇട്ട് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ ഉമ്മ അങ്ങനെയാണ് ചെയ്യൽ. ഇതെല്ലാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമ്മളിത് കയ്യിലൊന്ന് എടുക്കുമ്പോൾ ചെറിയ പിടിക്കാൻ പാകത്തിനുള്ളൊരു ചൂട് അത്രയും മതി നമ്മൾ ഈ ഗരം മസാലപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കൽ. ഗ്യാസ് ഓഫ് ചെയ്യുക. ഈ ചട്ടിയിൽ കിടന്ന് തന്നെ ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്രൈൻഡറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗരം മസാലപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഞാൻ തരിയോടുകൂടി അടിക്കാൻ പറഞ്ഞ് ഒരുപാട് അങ്ങോട്ട് തരിയോട് കൂടിയിട്ടല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ചെറിയൊരു തരികൾ ഇതിലുണ്ടാവും എന്തായാലും ഗരം മസാല പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇനി ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മൾ ഇതേപോലെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മളെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അരിച്ചെടുക്കണ്ട, ഇതുപോലെ തന്നെ ഇട്ടാൽ മതി. ഗരം മസാല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സീ യു.